വിശുദ്ധമായ ഖുർആനിൽ മനുഷ്യന്റെ വിഷമങ്ങൾ അകറ്റാൻ പോന്ന ഏറ്റവും വലിയ ആയത്ത്, അതിനേക്കാൾ മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കപ്പെടാൻ പറ്റുന്ന മറ്റൊരു ആയത്തില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, വിഷമങ്ങൾ ദൂരീകരിക്കപ്പെടാനും ഭക്ഷണത്തിൽ വിശാലത ലഭ്യമാകാനും നാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു സമാധാനവും സന്തോഷവും നിലനിൽക്കാനും ധാരാളം അദ്കാറുകളും ആയാത്തുകളും പലർക്കും അറിയാം. പലരും അത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്നുമുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് ജനങ്ങളെല്ലാവരും മുറുകെ പിടിക്കുകയാണെങ്കിൽ അവർക്ക് ആ ആയത്ത് മാത്രം മതി. അവരുടെ ജീവിതം സലാമത്തോടെ, സന്തോഷത്തോടെ, റാഹത്തോടു കൂടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ ആ ആയത്ത് മാത്രം മതി എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, വിശുദ്ധമായ ഖുർആനിൽ മനുഷ്യന്റെ വിഷമങ്ങൾ അകറ്റാൻ പോന്ന ഏറ്റവും വലിയ ആയത്ത്, അതിനേക്കാൾ മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കപ്പെടാൻ പറ്റുന്ന മറ്റൊരു ആയത്തില്ല എന്ന രൂപത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റു അനേകായിരം മഹത്തുക്കൾ വലിയ മഹത്വം പറഞ്ഞ ആയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കേൾക്കുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, ഇതിന്റെ പ്രചാരണത്തിൽ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിഷമങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ. ഒരു ദിവസം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഈ ആയത്ത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. യാ അബൂദർ, ഓ അബൂദർ എന്നവരെ, ലൗ അന്നന്നാസ കുല്ലഹും അഖദു ബിഹാ കഫതുഹും, ജനങ്ങൾ മുഴുവൻ ഈ ആയത്ത് മാത്രം മുറുകെ പിടിച്ചാൽ, ഈ ആയത്ത് മാത്രം മതി അവരുടെ ജീവിതത്തിൽ സമാധാനത്തിനും വിഷമങ്ങൾ അകറ്റപ്പെടാനും അവരുടെ സാമ്പത്തികമായ വിഷമങ്ങൾ തീരാനും ശാരീരികമായ വിഷയങ്ങൾക്കുള്ള രോഗങ്ങൾക്കുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ആയത്ത് മാത്രം മുറുകെ പിടിച്ചാൽ മതിയെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, ഇന്ന അക്ബറ ആയത്തിൻ ഫിൽ ഖുർആനി ഫറജ, മനുഷ്യന്റെ വിഷമങ്ങൾ അകറ്റാൻ, മനുഷ്യന്റെ വിഷമങ്ങൾ ദൂരീകരിക്കപ്പെടാൻ വിശുദ്ധമായ ഖുർആൻ നമുക്ക് സമ്മാനമായി നൽകിയ ഏറ്റവും വലിയ ആയത്ത്, ഇതിനേക്കാൾ വലിയ ആയത്ത് വിഷമങ്ങൾ ദൂരീകരിക്കപ്പെടാൻ ഇല്ല എന്ന രൂപത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്. മറ്റനേകം പണ്ഡിതന്മാരും ഇതിന്റെ മഹത്വങ്ങളും ഇതിന്റെ സിറുകളും ലോക ജനതയ്ക്ക് സമ്മാനമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ ആയത്ത് കാണാതെ പഠിക്കുക, നിത്യജീവിതത്തിൽ നിരന്തരം അത് പാരായണം ചെയ്യുക. വിഷമങ്ങൾ എന്താണെങ്കിലും യജമാനായ റബ്ബിനോട് ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നടക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെ, ദൂരീകരിക്കപ്പെടുമെന്ന ഉറപ്പോടുകൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചൊല്ലി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.